ഡിയേഴ്സ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ചക്കയുടെയും മാങ്ങയുടെയും എല്ലാം സീസൺ പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു മാസമല്ല 1-2 മാസങ്ങളായിട്ട് സുഖമില്ലാണ്ട് ഹോസ്പിറ്റൽ യൂറിനറി ഇൻഫെക്ഷനായിരുന്നു. പിന്നെ പനി മാറിയില്ല, വയറുവേദന മാറുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഈ സീസണിൽ കളക്ട് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളാണിതെല്ലാം. അപ്പോൾ അതെല്ലാം നമുക്ക് പോയി കിട്ടി. അപ്പോൾ നമ്മൾ സുഖമില്ലാതെ ആവുന്നതിന് മുമ്പ് കുറച്ച് ചക്ക പ്രാവശ്യം നമുക്കിങ്ങനെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സാധനം സെയിലിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എന്താണെങ്കിലും അത് എല്ലാം പോയി കിട്ടി. 2 മാസത്തോളം രണ്ട് കയ്യിലും മാറി മാറി ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഉണക്കി വെച്ചിരുന്ന ചക്ക നമ്മളൊരു 300 ഗ്രാം തൂക്കിയെടുത്തിട്ടുണ്ട്. തൂക്കിയെടുത്ത് വെള്ളത്തിൽ തലേദിവസം ഇട്ടു വെച്ച് നമ്മൾ ആദ്യം ഇങ്ങനെ തിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ കയ്പ്പ് പോലത്തെ തോന്നും. പക്ഷേ അത് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തത്. കുക്കറിൽ വേവിച്ച് സാധാരണ കുരുമുളകും പെരിഞ്ചീരകമൊക്കെ ഇടിച്ചെടുക്കുന്ന കറിവേപ്പിലൊക്കെ ഇട്ട് ഇടിച്ചെടുക്കുന്ന പോലെ നമ്മൾ ഇടിച്ചെടുത്ത് ഒലത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ആ ഒരു കയ്പ്പ് തോന്നുമ്പോൾ നമുക്ക് രുചികേട് തോന്നും. പക്ഷേ ഇത് വേവിച്ച് വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ സാധാരണ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന അതേ ഫീല് തന്നെയാണ്, ചക്കപ്പുഴുക്ക് തിന്നുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അടുത്ത പ്രാവശ്യമെങ്കിലും അസുഖമൊന്നും വരാതെ സീസണിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു.